ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജോ വർഗീസ്. വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവർ. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പലർക്കുമുള്ള ഒരു സംശയമാണ് ഓൺലൈൻ വഴി എടുക്കണമോ അതോ ഏജന്റ് വഴി എടുക്കണമോ എന്ന്. അതുപോലെ തന്നെ ഇവയുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയണമെന്നും ഉണ്ടാവും. ഓൺലൈനായി എടുക്കുന്ന പോളിസിക്ക് പ്രധാനമായിട്ടും ഒരു ഗുണമാണുള്ളത്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ഒരു ഏജന്റ് വഴി എടുക്കുന്ന പോളിസിയുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഓൺലൈനിൽ എടുക്കുന്ന പോളിസിയുടെ ഗുണം യഥാർത്ഥത്തിൽ ഒരു ഗുണമാണോ എന്ന്. ആദ്യം നമുക്ക് ഓൺലൈൻ പോളിസിയുടെ ദോഷവശങ്ങൾ നോക്കാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് ആണ് സെൽഫ് സർവീസ്. അതായത് ഒരു ക്ലെയിം ഉണ്ടാകുന്ന പക്ഷം നിങ്ങളെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ അറിവുള്ള ആളാണ് അല്ലെങ്കിൽ സ്വയമായി ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്ന് തന്നെ വിചാരിക്കുക. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ നടക്കാൻ ആളുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ചില സമയം നിങ്ങളുടെ ക്ലെയിം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാൻ തന്നെ ആളില്ലാതെ വരാം. എന്നാൽ നിങ്ങൾ ഒരു ഏജന്റ് വഴിയാണ് പോളിസി എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലെയിമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങളാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതെങ്കിൽ പോലും നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ്. ഇതിനായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിങ്ങളുടെ അഡ്വൈസറുടെ അല്ലെങ്കിൽ ഏജന്റിന്റെ നമ്പർ നിർബന്ധമായും നൽകിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആണ് റിന്യൂവൽ റിമൈൻഡർ. നിങ്ങൾ ഓൺലൈനായിട്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ പലപ്പോഴും റിന്യൂവൽ റിമൈൻഡർ ഒരു മെസ്സേജിൽ ഒതുങ്ങുന്നതാണ്. ഇനി ഓൺലൈൻ എടുത്ത പോളിസിയിൽ നിന്നും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ പോലും അന്യഭാഷയിലായിരിക്കും പലപ്പോഴും നിങ്ങളോട് അവർ സംസാരിക്കുക. എന്നാൽ നിങ്ങൾ ഒരു ഏജന്റ് വഴിയാണ് പോളിസി എടുക്കുന്നതെങ്കിൽ റിന്യൂവലിന്റെ റിമൈൻഡർ നിങ്ങൾക്ക് നേരത്തെ തന്നെ തരികയും അത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങളെല്ലാം അദ്ദേഹം തന്നെ ചെയ്തു തരികയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ടെക്നിക്കൽ വേർഡ്സ് ആണ്. ഇൻഷുറൻസിലെ സാങ്കേതിക പദങ്ങൾ അറിയാതെയും സങ്കീർണമായ പോളിസി വോർഡിംഗ് മനസ്സിലാക്കാതെയും നിങ്ങൾ പലയിടത്തും ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓൺലൈൻ വഴി പോളിസി എടുത്താൽ. ഇത്തരം പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് പോളിസി ലഭിച്ചേക്കാം, പക്ഷേ ക്ലെയിം ഉണ്ടാവുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. നാലാമത്തെ പോയിന്റ് നോളജ് ആണ്. ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ കരാർ ലംഘനത്തിന് കാരണമാകുന്നതാണ്. ഇതുമൂലം നിങ്ങളുടെ ക്ലെയിം ഭാഗികമായോ മുഴുവനായോ നിരാകരിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ക്ലെയിം റിജക്ഷൻ. നിങ്ങൾ ഓൺലൈൻ വഴി പോളിസി എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിം റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള നിയമ നടപടികൾക്ക് നിങ്ങൾ തനിയെ നടക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ ഒപ്പം ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആവാതെ അദ്ദേഹം പരമാവധി നോക്കുന്നതാണ്. അഥവാ റിജക്റ്റ് ആയാൽ പോലും നിയമ നടപടിക്ക് അദ്ദേഹം കൂടെ ഉണ്ടാവും. ആറാമത്തെ പോയിന്റ് ആണ് എൻഡോഴ്സ്മെന്റ്. നിങ്ങൾ എടുത്ത പോളിസിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനോ ഓൺലൈൻ എടുത്ത പോളിസി ആണെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാവാനിടയുണ്ട്. ഇനിയും പല പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നതിനാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഇനി നമുക്ക് ഒരു ഏജന്റ് വഴി അല്ലെങ്കിൽ ഒരു അഡ്വൈസർ വഴി പോളിസി എടുത്താലുള്ള ഗുണങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് കൃത്യമായ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തികവും ശാരീരികവുമായ സ്ഥിതി അറിഞ്ഞതിന് ശേഷം വിവിധ കമ്പനികൾ കമ്പയർ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസർ നിങ്ങൾക്ക് പോളിസി നൽകുന്നത്. ഓൺലൈനിൽ പോളിസി എടുക്കാൻ നേരം നിങ്ങൾ കുറഞ്ഞ പ്രീമിയം മാത്രമായിരിക്കും പരിഗണിക്കുക. എന്നാൽ ഒരു ഏജന്റ് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രീമിയം കുറയുന്നുവെന്നും എന്തുകൊണ്ട് പ്രീമിയം കൂടുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് അഡ്വൈസർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് സർവീസ്. നിങ്ങൾ ഒരു TV വാങ്ങുന്നത് പോലെയോ ഫോൺ വാങ്ങുന്നത് പോലെയല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. കാരണം നിങ്ങൾ എടുത്ത അന്ന് മുതൽ നിങ്ങൾക്ക് സർവീസ് ആവശ്യമായി വരും. നിങ്ങളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ക്ലെയിം സമയത്തും ക്ലെയിം റിജക്ഷൻ സമയത്തും ഒരു അഡ്വൈസർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. നാലാമത്തേതാണ് ക്ലെയിമിന്റെ വേഗത. നിങ്ങൾ ഓൺലൈൻ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലെയിമിന്റെ സമയത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് കസ്റ്റമർ കെയർ നമ്പറിലാണ്. അതിൽ വിളിച്ചാൽ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലഭിച്ചാൽ തന്നെ കാര്യങ്ങൾ വളരെ സ്ലോ ആയിരിക്കും. എന്നാൽ ഒരു അഡ്വൈസർ കൂടെ ഉണ്ടെങ്കിൽ ലോക്കൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്ലെയിം വളരെ ഈസിയാക്കി തരുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഇൻഫർമേഷൻ. നിങ്ങളുടെ റിന്യൂവൽ തീയതി നിങ്ങളെ കൃത്യമായി അറിയിക്കുക, റിന്യൂ ചെയ്യുന്നതിനുള്ള ലിങ്ക് ജനറേറ്റ് ചെയ്ത് തരിക, റിന്യൂ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ ഇൻഷുറൻസിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ അറിയിക്കുക. ഇവയെല്ലാം ഒരു അഡ്വൈസർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ആറാമത്തെയും വളരെ ഇമ്പോർട്ടന്റുമായ ഒരു പോയിന്റ് ആണ് ക്ലെയിം റിജക്ഷൻ. നിരവധി കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ക്ലെയിം റിജക്ഷൻ ആവാനോ ക്ലെയിം തുക ലഭിക്കാൻ കാലതാമസം വരാനോ അതുപോലെ തന്നെ ക്ലെയിം തുക ഭാഗികമായി ലഭിക്കാനോ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വിവിധ തലങ്ങളിൽ പരാതി കൊടുക്കുന്നതിന് ഒരു അഡ്വൈസർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈൻ പോളിസിയുടെ ഗുണവും ഒരു ഏജന്റ് മുഖേന എടുക്കുമ്പോഴുള്ള ദോഷവശവും നോക്കാം. ഓൺലൈൻ പോളിസി എടുക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഗുണം എന്നുള്ളത് പ്രീമിയത്തിലെ ചില കുറവാണ്. ഈ ഒരൊറ്റ ഗുണം കൊണ്ടാണ് പലരും ഓൺലൈൻ പോളിസിയിലേക്ക് തിരിയുന്നത്. സാധാരണഗതിയിൽ 5% വരെ കുറവാണ് ഓൺലൈൻ പോളിസികളിൽ കാണാറുള്ളത്. ഇവിടെ നിങ്ങൾ രണ്ട് വസ്തുതകൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ വസ്തുത, നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് എന്നുള്ളത് ആദ്യ വർഷം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാം വർഷം മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ പോളിസികളിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതല്ല. ഇനി പ്രീമിയം കുറയുന്നതിന്റെ മറ്റൊരു കാരണം ചില സേവനങ്ങൾ ഒഴിവാക്കിയായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ പോളിസി ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ചില പോളിസികളിൽ കൺസ്യൂമബിൾസ് ആഡ് ചെയ്തായിരിക്കും അഡ്വൈസർ നിങ്ങളോട് പ്രീമിയം പറയുക. എന്നാൽ നിങ്ങൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ പ്രീമിയം കുറവായിരിക്കും, പക്ഷേ കൺസ്യൂമബിൾസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ പ്രീമിയം കുറവിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ 5% പ്രീമിയത്തിൽ ലാഭിച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം വരുന്ന സമയത്ത് 10%
ശതമാനത്തിലധികം നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ഒരു അഡ്വൈസർ ത്രൂ പോളിസി എടുത്താൽ ദോഷവശങ്ങളൊന്നുമില്ലേ, അല്ലെങ്കിൽ അഡ്വൈസർ ത്രൂ പോളിസി എടുത്ത് കബളിക്കപ്പെട്ടവരുണ്ടല്ലോ എന്ന്. അതുപോലെ പോളിസി എടുപ്പിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാത്ത അഡ്വൈസർമാരുമില്ലേ എന്ന്. നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്, പലർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഇതിനുള്ള പരിഹാരവും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നതാണ്. ഏജന്റ് മുഖേന തന്നെ പോളിസി എടുക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 100% സന്തോഷത്തോടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഏജന്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് ജോലി സൈഡ് ബിസിനസ് ആക്കി ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾ പോളിസി എടുക്കാതിരിക്കുക. കാരണം അവരുടെ മുഖ്യ ജോലി മറ്റൊന്നായിരിക്കും, അവരുടെ ശ്രദ്ധയും അതിൽ തന്നെയായിരിക്കും. രണ്ടാമത്തേത് ഏജന്റിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കുറഞ്ഞത് 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജന്റിൽ നിന്ന് നിങ്ങൾ പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് വേറൊരു ജോലി ലഭിക്കുമ്പോൾ അദ്ദേഹം ആ വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം ഏജന്റിന്റെ അറിവാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തപ്പലില്ലാതെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നാലാമത്തെ പോയിന്റ്, വിവിധ കമ്പനികൾ ചെയ്യുന്ന ഒരു ഏജന്റിന് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കമ്പനി മാത്രം ചെയ്യുന്ന ഏജന്റിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അദ്ദേഹം ആ കമ്പനിയിലെ പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. എന്നാൽ വിവിധ കമ്പനികൾ ചെയ്യുന്ന ഒരു ഏജന്റ് ആണെങ്കിൽ വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായതായിരിക്കും അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ഭാവി സേവനം അദ്ദേഹം നൽകുമോ എന്ന് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ പോളിസി എടുക്കുന്നതും അഡ്വൈസർ ത്രൂ എടുക്കുന്നതുമായ വ്യത്യാസങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും പോയിന്റ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.